നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിലവിൽ വന്ന ഷട്ട് ഡൗൺ വരും ദിവസങ്ങളിലും തുടരും. സെനറ്റിൽ ധനബിൽ പാസ്സാകാതെ വന്നതോടെയാണ് ഷട്ട് ഡൗൺ തുടരുന്നത്. ഇത് 11ാമത്തെ തവണയാണ് ബിൽ സെനറ്റിൽ അവതരിപ്പിക്കുന്നതും പരാജയപ്പെടുന്നതും. ഇതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബിൽ 43-നെതിരെ 50-നാണ് പരാജയപ്പെട്ടത്. ബിൽ പാസ്സാക്കാൻ വേണ്ടത് 60 വോട്ടുകളാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടെയാണ് ധനബിൽ പാസ്സാക്കാനാകാതെ പോയത്. ഷട്ട് ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഷട്ട് ഡൌൺ കൂടുതൽ പിരിച്ചുവിടലുകൾക്ക് കാരണമാകുമെന്ന് ട്രംപ് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിൽ US ഫെഡറൽ ജഡ്ജി കഴിഞ്ഞ ദിവസം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 1-നായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത്. അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടക്കുന്നത്. സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട് ഡൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1981-ന് ശേഷം അമേരിക്കയിൽ നിലവിൽ വന്ന 15ാം ഷട്ട് ഡൗൺ ആണിത്. 2018-2019 ഷട്ട് ഡൗണിൽ 35 ദിവസത്തെ ഭരണ സ്തംഭനമുണ്ടായിരുന്നു. ഫെഡറൽ സർക്കാരിന്റെ 12 വാർഷിക അപ്രോപ്രിയേഷൻ ബില്ലുകളാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടിംഗ് ഉറപ്പാക്കുന്നത്. ഇവ കോൺഗ്രസിൽ പാസ്സാക്കാതെയോ പാസ്സാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടാതെയോ വന്നാൽ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടും. ഒടുവിൽ ആരോഗ്യ മേഖലയിൽ നൽകി വരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ ഒബാമ കെയറിന് നൽകുന്ന സബ്സിഡിയാണ് ട്രംപ് അടക്കമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത്. ഇത് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഇവരുടെ നിലപാട്. എന്നാൽ സബ്സിഡി നിലനിർത്തണമെന്നാണ് ഡെമോക്രാറ്റ്സിന്റെ വാദം.